ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ആക്സിഡൻ്റലായിട്ട് എൻ്റെ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ട ഒരു ഫ്രൂട്ടിനെ കുറിച്ചിട്ടാണ്. അതിന് പേരെന്ന് പറയുന്നത് പാൽപ്പഴം അഥവാ മിൽക്ക് ഫ്രൂട്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ കാ പിടിക്കുന്ന സമയമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മരം നട്ടിട്ടൊരു 6-7 വർഷം എടുത്തു അത് കായ്ക്കാനായിട്ട്. ബട്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതിന് എന്താണെന്ന് ആർക്കും അത്യാവശ്യം എനിക്കറിയാവുന്ന ആർക്കും പോലും അറിയില്ലായിരുന്നു എന്ത് മരമാണെന്ന് എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഇത് ഞാൻ നിർത്തിയത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു തണൽ വൃക്ഷമായിട്ടായിരുന്നു. നല്ല തണൽ നൽകുന്ന ഒരു ഇടതൂർന്ന തണൽ നൽകുന്ന ഒരു വൃക്ഷമാണ്. കൂടാതെ ഇതിൻ്റെ പഴം എന്ന് പറയുന്നത് ഒരു പഴം ഉണ്ടായി. പക്ഷേ പഴം എന്ന് പറയുന്നത് അതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഇതാണ് ഫ്രൂട്ട് വരുന്നത്. ഇത് അല്പം കായ്ക്കുന്ന സമയത്ത് വിളയുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കളർ അല്പം ചേഞ്ച് ആയി പർപ്പിൾ പോലെയായിട്ട് മാറും. അപ്പോൾ നമുക്കിതൊരു ഏകദേശം ഒരു 300-400 ഗ്രാമിനടുത്ത് വെയിറ്റ് ഉണ്ടാവും. കൂടാതെ നമുക്കിതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഒരു ഇളം കരിക്കിൻ്റെ അകത്ത് കാമ്പിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ചെറിയ മധുരവും അതുപോലെ തന്നെ ഇളം കരിക്കിൻ്റെ ടേസ്റ്റും ഒരെണ്ണം കഴിച്ചാൽ ഒരാൾക്ക് സഫീഷ്യൻ്റ് ആണ്. അയാൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റോട് കൂടി കഴിക്കുന്ന സമയത്ത് വിശപ്പ് മാറാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റുകളെന്ന് പറഞ്ഞാൽ പ്രതിരോധശേഷി നമുക്ക് കൂടി കിട്ടും. അതെല്ലാ പഴങ്ങളും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദഹനം അതുപോലെ ഹൃദയാരോഗ്യത്തെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടൻസാണ് ഇതിനകത്തുള്ളത്. മേജറായിട്ടുള്ള കണ്ടൻറ്റ് വൈറ്റമിൻ സി ഉണ്ട്, B6 ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആണ്. അപ്പം നമുക്കിത് എന്തുകൊണ്ടും ബെനിഫിറ്റായിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആരെങ്കിലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അല്പം ടൈം എടുത്തു എനിക്കിത് കായ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ തൈകൾ വേണമെങ്കിലും പറയുക. ഓക്കെ, താങ്ക് യു.